ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സ്നേഹബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആത്മാർത്ഥത കാണിക്കുന്നവരായിട്ടുള്ള ഈ അനീഴം നക്ഷത്രക്കാർക്ക് പൊതുവേ ധാരാളമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളും അത്ര തന്നെ സ്നേഹിതന്മാരും ഉള്ളവരാണ്. പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഏതു പ്രയാസഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് ധാരാളം സഹായം ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ. എന്നാലോ അവരിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ഒരു വിഷമം മനസ്സിൽ തട്ടിയാലോ അതിനെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് ആ വിഷമതകളെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നവരും കൂടിയാണ് ഈ അനീഴം നക്ഷത്രക്കാർ. അനീഴം നക്ഷത്രക്കാരുടെ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയങ്ങളിൽ കാണുന്നത്. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധാപൂർവം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ നഷ്ടം വരാതെ നോക്കണം. വിശേഷിച്ച് കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ധനസന്താനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും 5ാം ഭാവത്തിലാണെങ്കിൽ ശനിയുടേതായിട്ടുള്ള സാന്നിധ്യം ഉള്ളതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ ക്ഷീണം വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. എന്നാലോ 7ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് മാളവ്യയോഗപ്രദനായിക്കൊണ്ട് 7ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അനീഴം നക്ഷത്രക്കാർ ഈ ജൂലൈ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്.